പെരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുരിശുമലയിലാണ്, തെക്കൻ കുരിശുമലയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര രൂപതയ്ക്കകത്താണ് ഇത് വരുന്നത്. വെള്ളടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 3000 അടി മലമുകളിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഈ 3000 അടി മലമുകളിലേക്ക് നമുക്കൊന്ന് കയറി കാണാം എങ്ങനെയാണെന്ന്. ഇതാണ് സംഗമവേദി. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ സൈഡിൽ കൂടെ റോഡ് കണ്ടോ മുകളിലോട്ട് ഇതിലോട്ട് കയറേണ്ടത്. അപ്പോൾ ഇവിടെ പിയാത്തയുണ്ട്, ഇവിടെ ഒരു ആരാധന ചാപ്പൽ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കൺവെൻഷൻ സെൻറ്റർ. ഇതാണ് ഇവിടുത്തെ സംഗമവേദി. കറക്റ്റായിട്ട് കണ്ടോ, ഗഡ്സമൻ മുകളിൽ ഈശോ പ്രാർത്ഥിക്കുന്ന, മലമുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു രൂപം ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അന്തരീക്ഷമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് രാവിലെയാണ് കണ്ടോ. രാവിലെ ഇവിടെ മുകളിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തെ കോടയൊക്കെ മൂടി കിടക്കുന്ന അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഗ്രോട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് യേശുവിൻ്റെ ഒന്നാം സ്ഥലമാണ്. കുരിശിൻ്റെ വഴി നമുക്ക് ചൊല്ലി 14 സ്ഥലമാണ് ഇവിടെ പോകുന്നത്. 3000 അടി മല മുകളിലേക്കാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. ഇപ്പോഴതിൽ ഒന്നാം സ്ഥലമാണത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കുറച്ച് ദൂരം. അതുകൊണ്ട് നമുക്ക് നടന്ന് കയറാം, പക്ഷെ നല്ല കയറ്റമാണ്. ഇതാണ് മാതാമല, മൗണ്ട് കാർമൽ ഇക്കോ പിൽഗ്രിമേജ് ടൂറിസം സെൻറ്റർ. ഇത് നമ്മൾ കയറുന്ന വഴിക്ക് തന്നെ ഒരു 3-ാം കുരിശിൻ്റെ അവിടെ നിന്ന് നമുക്ക് അകത്തോട്ട് പോകണം. അത് നമ്മൾ നേരത്തെ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല വൈബിളൊരു പ്ലേസാണ്. ഇവിടെ രാവിലെ തന്നെ കണ്ടോ ആൾക്കാരൊക്കെ നിറയെ കയറിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഗാർഡൻ ഓഫ് ഏദൻ, അതായത് പ്രെയർ ഗാർഡൻ, എക്സിബിഷൻ സെൻറ്റർ, റെസ്റ്റിംഗ് ഏരിയ ആൻഡ് ഫുഡ് കോർട്ട്. അത് വന്നിട്ട് നമുക്ക് സീസൺ ടൈമിനാണ് ഉള്ളത് കണ്ടോ. വാതിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതായത് സീരിയലാകത്തിട്ടില്ല. ഇപ്പം തീർത്ഥാടനം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് നമ്മൾ വീണ്ടും ഒന്നും കൂടെ മല കയറുന്നത്. അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ സീസൺ ടൈമിന് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. അവരൊരു ഫുഡ് കോർട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഈ ചെറിയ കുരിശൊക്കെ പണ്ട് കാലങ്ങളിൽ വെച്ചാണ്. ഈ 14 കുരിശിൻ്റെ സ്ഥലത്തിന് വേണ്ടി പണ്ട് വെച്ചതായിരുന്നു അതൊക്കെ. ഇവിടെ വരുമ്പോൾ അടുത്ത ഗ്രോട്ടയുണ്ട്. 3-ാം സ്ഥലമാണ്. നമ്മൾ 2-ാം സ്ഥലം ഇടയിലായതുകൊണ്ട് ഞാൻ വിട്ടുപോയി. ഇത് 3-ാം സ്ഥലമാണ് കണ്ടോ. അടുത്ത് വീണ്ടും ഇങ്ങനെ ഫ്രണ്ടോട്ട് പോകുമ്പോൾ വീണ്ടും റോഡാണ്. റോഡ് ഇങ്ങനെ നടന്ന് പോവാം. ഇവിടെ അടുത്ത് ഒരു എൻട്രൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരിശുമല തീർത്ഥാടന കേന്ദ്രം നെയ്യാറ്റിങ്കര രൂപത. അതായത് നമ്മളിപ്പോൾ 4-ാം കുരിശിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ 4-ാം കുരിശിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ 4-ാം കുരിശിൻ്റെ അടുത്ത് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. മദർ തെരേസയുടെ ഗ്രോട്ടോ, അതുപോലെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചെറിയ ഇത് കണ്ടോ കുരിശടി പോലെ അവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ കയറി പോകുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ തിരിച്ചിടാനുള്ളത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത്, വെള്ളയുടെ ഗ്രാമപഞ്ചായത്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂപ്പറായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. കാരണം വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി. ഇതാണ് ഇവിടുത്തെ ചാപ്പൽ കണ്ടോ. ഇതാണ് ഇതിനകത്ത് നമുക്ക് കയറാൻ സാധിക്കും. ഇപ്പം പക്ഷേ ക്ലോസ്ഡ് ആണ്. ഇവിടെ വരുമ്പോൾ കുരിശുകൾ ഇത് നേർച്ചയായിട്ട് കൊണ്ടുവയ്ക്കുന്നതാണ് ഓരോ പള്ളിയിൽ നിന്ന്. ഇതിപ്പം KCA മുള്ളലിവിള 2023 വെച്ചാണ് അവർ ഇറക്ക് വെച്ചാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ. അല്പം വെയിറ്റൊക്കെ ഉണ്ടാവും. ഇത് 2 സൈഡും കണ്ടോ ഇതുണ്ട് കുരിശ്. ഇതും ഇത് ഈ വർഷം ഒന്നുകൊണ്ട് 2025. യെസ്, താഴത്തെ 2023, 24, 25 അതിൻ്റെ മുകളിലൊന്നുണ്ട്. അതുപോലെ ഇടയിൽ മരത്തിൽ ചെയ്തതാണ് കണ്ടോ. ഒരു മരം മുറിച്ചിട്ട് അതിൽ ചെയ്തതാണ്. ഒരു അടിപൊളിയായിട്ടൊരു ഗ്രോട്ടോ കണ്ടോ. ആട്ടിടേൻ്റെ ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്, ആടും ആട്ടിടേനും. ഇവിടെ ഒരു കുരിശുണ്ട്. ഇത് പണ്ടാരോ കൊണ്ടുവച്ചതാണ്. കാരണം ചെത്തിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഇത് ഇല്ലാതായിട്ടില്ല. എന്നാലും കുറച്ച് വർഷം കൂടെ ഇരിക്കും. ഇത് ഇവിടെ അതുപോലെ ഒന്ന് കണ്ടോ. ഇത് നോർമലി അതോ മരത്തിലാണ് ചെയ്തത്. ഇത് ഇവിടെയും അതുപോലെ ഒരു ഗ്രോട്ട് ചെയ്തിട്ടുണ്ട് മരത്തിൽ. മരം മുറിച്ചിട്ട് ഒരു 5 അടി ഹൈറ്റിന് വെച്ച് മുറിച്ച് മാറ്റിയിട്ട് ബാക്കി അരി ചെയ്തതാണ് കണ്ടോ. അടിപൊളിയായിട്ട് ഔസേപ്പിതാവിൻ്റെ ആ ഒരു ലുക്കുണ്ട് ചെയ്തത്. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മാതാവൊക്കെ ഉണ്ട്. നമുക്ക് മാതാവിനൊക്കെ കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. 5-ാം കുരിശിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയത്. ബാക്കിൽ 5-ാം കുരിശിൻ്റെ ഗ്രോട്ടയുണ്ട്. ഇവിടെ പാറക്കല്ല് ചെയ്ത ഒരു അമ്മയും മാതാവും ഉണ്ടോ, സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈക്കൊക്കെ കയറി പോകുന്നുണ്ട, ബുള്ളറ്റ്. ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ഫുഡ് കോർട്ട് പോലെയൊക്കെയാണ്. ഇത് തീർത്ഥാടന സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ആയിരിക്കുള്ളൂ. അല്ലാത്ത സമയം ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇരിക്കാനും ആ സമയമൊക്കെ ഉണ്ട്. ഇവിടെ കുരങ്ങന്മാരുടെ സ്ഥലമാണ്. പൂവന്മാരാണ് ഇവിടെ ഭരിക്കുന്നത് ഈ സമയമൊക്കെ. അപ്പോൾ ഇവിടെ വെച്ച് വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ആൾക്കാർ. താഴെ 2 വണ്ടിയുണ്ട്. ഇവിടെ ബുള്ളറ്റ് കയറി വന്നിട്ടുണ്ട്. അവിടെ ഒരു കുരിശുണ്ട്. ഇവിടെ റോഡ് തീരെയാണ്. ഇവിടം വരെ
കല്ലൊക്കെ പായിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ടിനി കല്ലും മുള്ളും സഹിച്ച് കയറണമെന്നാണ്. പക്ഷെ ഇവിടെ റോഡൊക്കെ പോയി കിടക്കുകയാണ്, കല്ലും എല്ലാം ഉള്ളൂ. കാരണം മഴ പെയ്ത് വെള്ളം ഇറങ്ങുമ്പം ഈ വഴി ഇറങ്ങുന്നുണ്ട്. ഇത് ഉണ്ടോ, ഓട രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കയറാൻ അല്പം പാടാണ്. ത്യാഗം സഹിച്ച് തന്നെ കയറണം മലയിൽ. കയറി വന്നപ്പോൾ ഒരു മുളയൊക്കെ ഇവിടെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. മഞ്ഞ മുളയാണ് കേട്ടോ, ഇതവിടെ നിറയുണ്ട് മഞ്ഞമുള. അവിടെ നിന്ന് ഒടിഞ്ഞ് പയ്യങ്ങി വീണിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ ഒടിഞ്ഞായിരിക്കും. ഇതെന്നൊരു ഹൈ റേഞ്ച് പോലെയാണ്, പ്രത്യേകത വളവാണ് കേട്ടോ. ഇവിടെ നിന്ന് കറങ്ങി അങ്ങനെ കറങ്ങി വീണ്ടും കറങ്ങി താഴ്ത്തണം. ഇവിടെ നിന്ന് അതുപോലെ മുകളിലോട്ട് കറങ്ങിയാണ് കയറേണ്ടത്. ഇവിടെ രാത്രി കയറാമെന്ന് പ്ലാനൊന്നും വേണ്ട, കാരണം രാത്രി ലൈറ്റൊന്നുമില്ല, ലൈറ്റൊക്കെ പോയി കിടക്കുന്നതാണ്. അതുകൊണ്ട് പകൽ സമയം മാത്രമേ നമുക്ക് തീർത്ഥാടനം അല്ലാത്തപ്പം കയറാൻ സാധിക്കുകയുള്ളൂ. തീർത്ഥാടന സമയത്ത് രാത്രി കയറാൻ ട്യൂബൊക്കെ ഉണ്ടാവും. ഇത് ഇവിടെയൊക്കെ ആണെങ്കിൽ കല്ലൊക്കെ ഉണ്ട്, ഇളവിയൊക്കെ കിടക്കുകയാണ്. ഇത് ഇവിടുത്തെ റോഡൊക്കെ നോക്കിയേ എങ്ങനെയാണ്, ഉണ്ടോ, കല്ലുകൾ മാത്രമാണ്, അത് കുത്തുകയറ്റം കേട്ടോ. വെള്ളത്തിൽ മഴയത്തൊക്കെ വെള്ളം കൊണ്ടുവരുന്നതാണ് ഈ കല്ലൊക്കെ ഇളക്കി എടുത്തുകൊണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ സൂക്ഷിച്ച് വേണം കയറാൻ. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ദേ കണ്ട യേശുവിൻ്റെ ഒരു ഗ്രോട്ട കാണാൻ സാധിക്കും, നമുക്ക് താഴെ നിന്ന് കാണാൻ സാധിക്കും. യേശു കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഫോട്ടോയാണ്. ശരിക്കും ഞാൻ തളർന്നു, വയ്യ, ടയേർഡായി, ഫുള്ളും വേർത്ത് കുളിച്ച് അത്രയും കയറി. പകുതി പോലും ആയില്ല, ഇനിയും ഉണ്ട് പകുതി കൂടുതൽ. ഈ ആ റോഡ് അത്രയും കയറിയപ്പോൾ തന്നെ ഞാൻ ടയേർഡായി. ശ്വാസം മുട്ടലുള്ളവർ ആരും ഒരിക്കലും കയറല്ലേ, എങ്കിൽ തീർന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പാടായിരിക്കും. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് കയറിയ ഒരു ഇതിൽ കയറാൻ സാധിക്കും. അല്ല ദൈവം ഇത് ആരും ചാടിപ്പിടിച്ച് കയറരുത്, വയ്യാത്തവരെയും കയറല്. തീർത്ഥാടന സമയത്താണെങ്കിൽ ഓക്കെ, കാരണം നമുക്ക് കയറാനൊക്കെ അപ്പോഴും വണ്ടിയൊക്കെ ഉണ്ടാവും. പക്ഷേ വോളണ്ടിയേഴ്സ് ഉണ്ടാവും ആ സമയം. ഈ പകൽ അല്ല നോർമൽ ടൈമിനൊന്നും ഇങ്ങനെ ആൾക്കാരൊന്നും കാണില്ല. ജസ്റ്റ് നമ്മൾ 2-3 പേര് കയറുന്നവർ കാണും. പിന്നെ അല്ലാതെ കുറച്ച് പേര് അല്ലാതെ ഔട്ട് സൈഡിൽ നിന്ന് കയറുന്നവരുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കയറുന്നവരൊന്ന് ശ്രദ്ധിച്ച് വേണം കയറാൻ. ഓക്കെ, ഞാൻ തന്നെ ഇപ്പം ടയേർഡായി, വേർത്ത് കുളിച്ചിറങ്ങി നന്നായിട്ട്. ഇനി അടുത്ത് ബാക്കി മുകളിലോട്ട് കയറുമ്പം ഒരു 3/4 ഭാഗം വരെ എത്തുമ്പം നന്നായിട്ട് വേർക്കും. പിന്നെ അതിൻ്റെ മുകളിലോട്ട് പോകുമ്പം എന്താണെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരിക്കും, പിന്നെ ഈ വേർപ്പൊന്നും കാണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമുക്കൊന്ന് കാണാം എന്തായാലും കയറി മുകളിലോട്ട്. ഏറ്റവും വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇട്ട വീഡിയോയിൽ കുരിശുമലയുടെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സമയം വീടിനടുത്താണ് എനിക്കിത്. ശരിക്കും ഞാൻ വല്ലപ്പോഴൊക്കെ ഞാനും എൻ്റെ അപ്പനും കൂടെ കയറാറുണ്ട്. അപ്പോൾ തീർത്ഥാടന സമയത്ത് ഈ പ്രാവശ്യം കയറാൻ പറ്റിയില്ല, കുറച്ച് എന്താണ് തിരക്കുകൾ കൂടിപ്പോയി. അതുകൊണ്ട് തീർത്ഥാടനം കഴിഞ്ഞ് ഈസ്റ്ററും കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയായിരുന്നു ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെങ്ങ് വിട്ടു, കാരണം ഇവിടെ വർഷത്തിലൊരിക്കൽ കയറിയില്ലെങ്കിലേ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും കയറും. അതെ കണ്ടോ, യേശുവിൻ്റെ അടുത്തെത്തി. നമ്മൾ താഴെ നിന്ന് കണ്ട ഗ്രോട്ടയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ഇത് നമ്മൾ കയറുന്നിടത്ത് തന്നെ നിറയെ കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് നിറയെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് കയറാം. നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കേട്ടോ, ഇത്രയും പകുതി പോലും ആയില്ല, പകുതിയൊക്കെ ആയപ്പം തന്നെ ഏകദേശം നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു മണിയടിക്കാൻ ഒരു അവസരമുണ്ട്. എന്നാൽ തീർത്ഥാടന സമയത്ത് ചാൻസ് കുറവാണ്, ഫ്രീ ടൈമിൽ നമുക്ക് മണിയടിക്കാം. ആ കാണുന്നതാണ് മാതാമല. അവിടെ ആൾക്കാരിരിപ്പുണ്ട്. നോർമലായിട്ട് വ്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആൾക്കാർ നിൽക്കുന്നത് നടക്കുന്നതൊക്കെ. പക്ഷേ ക്യാമറയിൽ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. നമുക്കിനിയും കയറാനുണ്ട് ഗൈസ്. ആ സ്ഥലം എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നത്. അത് പകുതി, ഇനി പകുതിയുണ്ട്, 7 14 വരെ നമ്മൾ എത്തണം. പാറക്കെട്ടിൻ്റെ ഇടയിലൂടെയൊക്കെ വേണം ഇനി കയറി ചെല്ലാൻ കേട്ടോ. പാറക്കെട്ടുകളാണ്. അവിടെ മുകളിലൊരു മാതാവിൻ്റെ ഗ്രോട്ടയുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ മാതാവിനിവിടെ ഒരു ഗുഹ പോലെ വന്നിട്ടുള്ളതിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ ഗ്രോട്ടയൊക്കെ നല്ലൊരു പീസ്ഫുൾ പ്ലേസിലാണ് വെച്ചിട്ടുള്ളത്. കാരണം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കാരണം താഴെ നിന്ന് കയറി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ്. പാറയിൽ കണ്ടോ ജോമാലയൊക്കെ വരച്ച് നമ്മൾ കയറി വന്ന വഴിയാണിതൊക്കെ. അയ്യോ,
ഫുള്ളും ടയർഡായി. അമ്മോ, താഴോട്ട് നോക്കുമ്പോൾ ഏതൊക്കെയോ പള്ളികൾ കാണാം. മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പള്ളിയെന്ന് കണ്ടുപിടിക്കേ. അത്രയ്ക്ക് വേർത്ത്. ഇതെവിടെ കണ്ടോ, നല്ല കുത്തു കയറ്റമാണിത്. പാറക്കല്ലൊക്കെ വെച്ച് സ്റ്റെപ്പ് പോലെ ചെയ്തിട്ടുണ്ട് അവർ. ദേ താഴോട്ട് പോകണ്ട, മുകളിലോട്ട് നമുക്ക് പോവാം. ദേ കണ്ടോ, ദേ ഇവിടെ നിന്ന് കയറി 8-ാം കുരിശിൻ്റെ അടുത്ത് എത്തുമ്പം താഴോട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വെയിലൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റായിട്ട് കോടയൊക്കെ മുകളിൽ കയറുന്നുണ്ട്. ഇവിടെ കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ടോ സൈഡ്, പാറയാണ്ടാണ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയതാണ് ഇതൊക്കെ. ദേ 8-ാമത്തെ കുരിശിൻ്റെ അടുത്തെത്തി. ദേ ഇവിടെ ഫുള്ളും പാറക്കെട്ടുകൾ. ഇതൊക്കെ വേണം ചവിട്ടി കയറാൻ ഇനി മുകളിലോട്ട്. ദേ ഇവിടെയൊക്കെ ഇത് 10-ാം സ്ഥലമാണ്. ഇങ്ങോട്ട് വരുമ്പം ജസ്റ്റ് ഒരു കുരിശും ഒരു ഫ്ലക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ ഗ്രോട്ടയൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമുക്കൊരു 8-ാം സ്ഥലം വരെയൊക്കെ ആ ഗ്രോട്ട ഇടതുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം പഴയ പോലത്തെ കുരിശും ഫ്ലക്സുമാണ് വെച്ചിട്ടുള്ളത് ഇതിനകത്ത്. ഒരു കുത്ത് കയറ്റമായി പോയി ഗൈസ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. മുകളിലോട്ട് കയറ്റാം. ഈ കയറ്റം ഒന്ന് കയറി തീരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെയൊക്കെ ഊറ്റാണ് ഈ പാറയിലൂടെയൊക്കെ കയറുന്നത്. കണ്ടോ, മുകളിൽ നിന്നൊക്കെ വെള്ളം ഊറ്റ് പോലെ വീഴുന്നുണ്ട്. ഇവിടെ പൈപ്പൊക്കെ പോകുന്നുണ്ട് താഴോട്ട്. അതുപോലെ ലൈറ്റായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് കയറുന്ന ഫുള്ളും പാറയാണ്. നമുക്ക് സ്റ്റെപ്പോ അങ്ങനെ മറ്റ് സംവിധാനങ്ങളിവിടെ ഇല്ല. ഫുള്ളും പാറയിൽ കൂടെയാണ് ഇനി കയറേണ്ടത് മുകളിലോട്ട്. ഇവിടെ 11 കുരിശെത്തി. കണ്ടോ, ഫുള്ളും പാറയാണ് മുകളിലോട്ട്. പാറയൊക്കെ നോക്കുകയാണെങ്കിൽ പായലാണ്. സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ കറക്റ്റ് സ്കിഡാവും താഴോട്ട്. താഴെ ബുള്ളറ്റ് വന്ന ചേട്ടന്മാർ തിരിച്ചിറങ്ങുന്നു. നമ്മളുടെ 3/4 ഭാഗം എത്തിയതേ ഉള്ളൂ. ഇതൊക്കെ വന്നിട്ട് തമിഴ്നാട് ബോർഡറാണ് മുകളിൽ കയറുമ്പം. അപ്പോൾ ഇവിടെ ടാങ്കുണ്ട്, പിന്നെ പോലീസിന് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ. പക്ഷേ നമ്മൾ കയറിയപ്പം കറക്റ്റ് ഇതാ വെയിൽ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 6:00-ക്ക് കയറിയത്. ഇപ്പം അങ്ങനെ 8 ആയി. അപ്പം കറക്റ്റ് വെയിലിങ്ങ് എത്തി. നമ്മൾ പയ്യാണ് കയറിയത്, സ്പീഡ് കാണിച്ചില്ല. കാരണം തീർത്ഥാടനമല്ലാത്ത സമയമാകുമ്പം നമുക്ക് സമാനത്തോടെ കയറാൻ സാധിക്കും. ഇനി അടുത്ത് ലാസ്റ്റ് ഒരു സ്ഥലവും കൂടെ. ഇത് അവിടെ ഒരു ചെറിയ ബോർഡ് കാണാം. അവിടെയാണ് ഈ കുരിശ് സ്ഥാപിച്ച ജോൺ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വൈദികനും അതുപോലെ ജോർജും എസ്തർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ താമസിച്ച സ്ഥലം. അതിനകത്താണ്, ഒരു ഗുഹയാണത്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ അതൊന്ന് കാണാം. അങ്ങനെ ലാസ്റ്റ് 14-ാം കുരിശിൻ്റെ അടുത്ത് നമ്മളെത്തി. അതായത് 3000 അടി മലമുകളിൽ, സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി മലമുകളിൽ തെക്കൻ കുരിശുമലയിൽ ഏറ്റവും ടോപ്പിൽ കുരിശിൻ്റെ അടുത്തെത്തി. യെസ്, ഇങ്ങനെ എത്തി. ഇനി പഴയ ഹാരമൊക്കെ ഇല്ലാതായി. അതുകൊണ്ട് നമ്മളൊരു പുതിയ ഹാരം ഇടാൻ പ്ലാനിങ്ങിലാണ്. കയറാൻ അല്പം ടാസ്ക്കാണ്, എങ്കിലും മാമൻ കയറും. ഓക്കെ, ചെറിയൊരു ഹാരമാണ്. അങ്ങനെ ഞങ്ങളും ചെറിയൊരു ഹാരം ഇട്ട് കഴിഞ്ഞു. ഇനി മാമൻ പയ്യെ താഴോട്ട്. ഇത് കുരിശുമലയുടെ ഒരു സൈഡാണ്. നമ്മുടെ വരുമ്പോൾ ചെമ്പരത്തി, മുള, അങ്ങനെ കുറച്ച് ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വോളണ്ടിയേഴ്സൊക്കെ താമസിക്കുന്ന സ്ഥലം. കാരണം കുരിശുമല സീസൺ ആ ടൈമിന് ഇവിടെയാണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഉണ്ടോ, എവിടെയൊക്കെ എൻ്റെ ബാക്ക് സൈഡാണത്. ഇതേ ആ മലയിൽ കയറാൻ വേണ്ടി ഇവിടെ 2-3 ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കിടന്ന് ആ പാറക്കെട്ടിൻ്റെ ഇടയിൽ ഇവിടെ കണ്ടോ, ഇവിടെ നിൽക്കുന്നു. 2-3 കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് കൂനിച്ചി മലയാണ്, മാതാമലയുടെ മുകൾ ഭാഗം. കള്ളിക്കാട് ഡാം കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ് ഇവിടെ. നമുക്ക് താഴോട്ട് കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് കാണാനൊക്കെ സാധിക്കും. ഇവിടെ വന്നാൽ ഇവിടെ എപ്പോഴും പൂറ്റുണ്ടാവും. കണ്ടോ, വെള്ളം ഏറ്റവും ടോപ്പിൽ വെള്ളം ഊറി ഇറങ്ങുന്നതാണ് ഇവിടെ പൂറ്റായിട്ട്. നല്ല കാറ്റടിക്കുന്നൊരു പ്ലേസാണിത്. അവിടെയൊക്കെ പയ്യന്മാർ ഇരിപ്പുണ്ട്. അങ്ങോട്ട് മുകളിലൊക്കെ കയറാൻ സാധിക്കും ആ വഴി.
അപ്പുറത്ത് കൂനിച്ചിമല, മാതാമല എൻ്റെ താഴെ. താഴോട്ട് നോക്കി, അയ്യോ തല കറങ്ങും. ഇവിടെ കുരിശ് ഇവിടെ ഉണ്ട്. ഒരു ചേട്ടൻ അവിടെ മുകളിൽ കയറിയിരുന്ന് അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിനോട്. ഞാൻ ഇപ്പോൾ കുരിശിൻ്റെ ബാക്ക് സൈഡ് ഇറങ്ങി. ഇവിടെ നോക്കുമ്പോൾ കോട മഞ്ഞ് വരുന്ന കറക്റ്റൊരു വൈബ് ഇവിടെ നിന്ന് കാണാം. കുരിശ് ഇവിടെ, ഞാൻ എൻ്റെ ബാക്ക് സൈഡാണ് ഇറങ്ങിയത്. ഉണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ വൈബ് എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഏറ്റവും മുകളിൽ കയറിയിട്ടുള്ള ഒരു വൈബ്, കറക്റ്റ് കുരിശിൻ്റെ നേർക്കിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലം. ഇതിവിടെ സോളാറൊക്കെ ഉണ്ട്, കണ്ടോ, എൻ്റെ മുകളിൽ സോളാർ ഇട്ടിട്ടുണ്ട്. ബാക്ക് സൈഡ് കോതയാറ്, എല്ലാ മലയും ഉണ്ട് ഇവിടെ കാണാം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും കോടമഞ്ഞ് കൊണ്ട് മൂടും. നമ്മൾ മൂന്നാറിൽ എങ്ങനെ ഇരിക്കുക അതുപോലെ, മൂന്നാർ പൊന്മുടി സെയിം സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വേറെ വൈബായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സുഖം ഇരുന്നുറങ്ങാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. വേറെയും കുറേ ടീമുകൾ കയറിയിട്ടുണ്ട് ഇവിടെ. ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ഉള്ള കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് മുകളിൽ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് താഴോട്ടിന്. ഇപ്പോൾ സമയം 9 ആവാറായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങുന്നു. ഇവർ നേരത്തെ താമസിച്ച സ്ഥലമാണ്. ഇവിടെ കുരിശ് വയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പം പറഞ്ഞായിരുന്നു ആ ഒരു ഗുഹയാണ് ഇങ്ങോട്ട്. അപ്പോൾ ആ ഗുഹയിലോട്ട് പോവേണ്ട വഴിയാണ് ഇതൊക്കെ. ഇവിടെ കൂടെ നടന്നു പോകണം. നമുക്ക് താഴെ കൂടെ ഇറങ്ങാൻ ഇവിടെ വഴിയുണ്ട്. ഇവിടെ ചെറിയൊരു ഗുഹയുണ്ട്. ആ കുരിശിൻ്റെ അടിവാരമാണത്. അടിയിലായിട്ട് വരും ഇവിടെ. കറക്റ്റ് കണ്ടോ, ഇവിടെ കറക്റ്റ് ഒരു ഇരിക്കാനുള്ള സംവിധാനമൊക്കെ പോലെ ചെയ്ത് സൂപ്പർ. പക്ഷേ ഫുള്ളും കരിച്ചാണ് ഇവിടെ. ഇവിടെ ഫുള്ളും കരിച്ചാണ്. ഇതൊക്കെ കരിച്ച നിറഞ്ഞിരിപ്പുണ്ട്. അതിനകത്തോട്ടും എന്താണ് അതൊരു ഗുഹ പോലെ അങ്ങോട്ട് പോയാണ് ഉള്ളിലോട്ട്. കണ്ടോ, അവർ താമസിക്കുന്ന അടുത്ത് തന്നെ ഊറ്റ് വെള്ളം വീണുണ്ടോ ലൈറ്റായിട്ട്, തുള്ളി തുള്ളിയായിട്ട്. എന്താ അവർ കിടക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു ഇവിടെ. ഉണ്ടോ, ഇപ്പോഴും ഊറ്റ് മുകളിൽ നൂറ്റി വന്ന് ഇറങ്ങുന്നതാണ് ഇവിടെ കറക്റ്റായിട്ട്. ഇത് കാളിമല റൂട്ടാണ്. ഇത് കാളിമലയിലേക്ക്, ഇത് കാളിമല ബോർഡറാണ്. ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ കൊടിയൊക്കെ ഉണ്ട്, മുകളിൽ കൊടിയൊക്കെ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ കാളിമല അവർക്ക് പൂജയൊക്കെ നടക്കുന്ന സമയമാണ്. അടുത്ത മാസം മെയ്യിൽ അവർക്ക് ഇതിൻ്റെ അവരുടെ തീർത്ഥാടനം ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും റൂട്ട് ഇതല്ല, ഇത് കുരിശുമല റൂട്ടാണ്. ഇവിടെ കൂടെ കാളിമലയും കയറാം. പക്ഷേ ശരിക്കും റൂട്ട് ഓപ്പോസിറ്റാണ്. തമിഴ്നാട് വഴി നമുക്ക് കയറാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും തമിഴ്നാടാണിത്. തമിഴ്നാട് ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. കുരിശുമലയൊക്കെ നമുക്ക് തമിഴ്നാട് ബോർഡറിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ. ഞാൻ മുകളിൽ കയറിയപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാൻ പറഞ്ഞു. ഈ സൈഡിലത് ചിറ്റാർ ഡാം, അതായത് നെട്ട എന്ന് പറയും. ആ ഒരു വ്യൂ ആണ് ഇതാ കാണുന്നത്, നെട്ട ഡാം. ആ ചിറ്റാർ ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ട്. ചിറ്റാർ ഫസ്റ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട്. 2 ഡാം ഒരുമിച്ചാണ്. ഒരു സൈഡ് കേരളത്തിൻ്റെ ബോർഡർ വരെ ഇങ്ങ് വരും, ബാക്കി അങ്ങ് തമിഴ്നാട്ടിലോട്ടാണ് ഫുള്ളും കിടക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട്. തിരിച്ചിറങ്ങാൻ അല്പം റിസ്ക്കാണ്, കാരണം കയറിയതുപോലെയല്ല. ഇറങ്ങുമ്പം ചരലുണ്ട്, വഴുക്കലൊക്കെ നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഞാനിവിടെ ലോക്കായിപ്പോൾ. കുറച്ച് തളർന്ന്, എന്നാലും കുഴപ്പമില്ല, ഇറങ്ങാൻ അല്പമൊക്കെ പാടുണ്ട്. ഉണ്ടോ, നമ്മൾ കയറിയ അവിടെ ഏറ്റവും ടോപ്പാണ് മുകളിലൊക്കെ. അങ്ങ് തിരിച്ചിറങ്ങാൻ അല്പം റിസ്ക്കാണ്. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ റിസ്ക് ആയിരിക്കും. പെട്ടെന്ന് തന്നെ താഴെ എത്തിക്കോളും, വേറെ ഒന്നും ചെയ്യത്തില്ല. അതിന് കുഴപ്പമില്ല, അത്ര ടയേർഡാവും. പിന്നെ സ്ഥിരം വല്ലപ്പോഴേ കയറി കഴിഞ്ഞാൽ ഓക്കെയാണ് എല്ലാവർക്കും. ഇവിടെ ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ, ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ വീഴുന്ന ഈ വെള്ളത്തിന്, ഇത് മരത്തിൽ നിന്ന് വീഴുന്ന വെള്ളമാണ്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് കാണിച്ചു തരാം. കണ്ടോ, ഈ പത പോലെ ഇരിക്കുന്നത് കണ്ടോ, അതാണ് ഇത് വെള്ളം പോലെ. നോക്ക്, കണ്ടോ, ഈ വെള്ളം പോലെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത്. അതാണ് ഈ മരത്തിലൊരു പ്രത്യേകത. ഇതാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു നമുക്ക് മുകളിലോട്ട് കയറുമ്പോഴും ഈ മരമെല്ലാം നിൽപ്പുണ്ട് മുകളിൽ.
അങ്ങനെ ഒരു പ്രത്യേകത. എൻ്റെ കയ്യിലൊക്കെ വെള്ളം വീഴുന്നുണ്ട് അതിൽ നിന്ന്. ഉണ്ടോ, ആ മരത്തിൻ്റെ ഒരു പ്രത്യേകത. ആ സംഭവത്തെ ഞാൻ ഒന്ന് കയ്യിലെടുത്ത് ഒരു ഇലയുടെ ഇത് ഉണ്ടോ, ഇതിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ അവിടെ ഇങ്ങനെ കണ്ടോ സ്റ്റോർ ചെയ്ത് നിന്നിട്ട് അതിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്കറിയില്ല എന്താണെന്ന്, മരത്തിൻ്റെ പേരും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. മരത്തിൽ നിന്ന് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഓരോ ഡ്രോപ്പായിട്ട് വീണുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു മഴ പെയ്യുന്നതായിരിക്കും നോക്കിയപ്പോൾ, പക്ഷെ മഴ പെയ്തതല്ല, ശരിക്കും ഇതൊരു പ്രത്യേക ഒരു മരമായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് താഴെ എത്തി. ഇന്നത്തേക്ക് ചത്തെന്ന് പറയാം ശരിക്കും. കയ്യും കാലൊക്കെ നല്ല വേനൽക്കാലമൊക്കെ മസിൽ പിടിച്ചിട്ട്. അപ്പോൾ കുരിശുമല കയറി വീണ്ടും ഒരു തീർത്ഥാടന ദിവസം അല്ലാത്തൊരു ദിവസം തന്നെ കയറിയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.